ഹലോ അളിയ, ഞാൻ നീ ഇതിൽ എഴുന്നേറ്റില്ലേ? ശേ വിഷ്ണുമോനെ, നീ എത്തിയാ? നിങ്ങൾ വേ സെറ്റായി വാടാ, ഞാനിവിടെ ഉണ്ടാവും. ചെറിയൊരു പണി കിട്ടിയിട്ട് എനിക്ക് വാടാ. കുട്ടാപ്പിനെ പോക്കൊണ്ട് ദേ എത്തി. ഓക്കേടാ, വിളിക്കാം. ഇതാര ഐശ്വര്യ റായിയോ? എന്താന്ന് കോലാടിയത്? ഓ, എത്തിയോ അച്ഛന്റെ പുന്നാര മോൻ. കഷ്ടം. എന്നാ അച്ഛൻ എന്തേടി? ഓ, അച്ഛൻ രാവിലെ തന്നെ നാട് എന്നൊക്കെ ഇറങ്ങിയേക്കുവാ. എന്നാ പിന്നെ മോള് പോയി ഏട്ടൊരു കട്ടനിട്. വേണേ തന്നെ എടുത്താ മതി. ഇവിടെയൊക്കെ കെട്ടുന്നതിന്റെ കാര്യം കഷ്ടം തന്നെ. പൂടാ പട്ടി. കുട്ടു, പ്രതീക്ഷ, വിഷ്ണു വാടാ, വേഗം വാടാ. അതെ വനി വാടാ 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 വാടാ. ഇന്ന് കോളാണ്. അടിപൊളി. ആശാനെ ഇടവിച്ചു. ആശാൻ പോയി ഗ്ലാസും വെള്ളം എടുത്തുണ്ട് വാ. നീ എന്നോട് മിണ്ടരുത്. നിങ്ങൾ തമ്മിൽ കലിപ്പാണ്. അപ്പോ ഇവൻ പറയുന്ന 3 വണ്ടിയാണ് ആശാൻ കാശ് കൊടുത്ത് മേടിച്ചത്. ആർക്കായാലും ചെറിയൊരു തെറ്റ് പറ്റില്ലേ? ഇതാണടാ ചെറിയ തെറ്റ്. പഠിക്ക്
ആ വെള്ളമൊക്കെ അങ്ങോട്ടേ എടുത്ത് ഒഴിച്ച് ആ മതി മതി. നീ ഇവിടെ നിന്ന് പോയപ്പോ ഒരു രസമില്ല. സത്യം. നീ പോയിട്ട് 3 കൊല്ലമായില്ലടാ. 3 ആശാനെ 4 കൊല്ലം. 4 years of Yes. Bangalore life. ആശാനെ വിട്ടോട്ടെ, ഇപ്പൊ പിന്നെ ഓക്കേ, കാണാം. വിട്ടോട്ടെ. അപ്പൊ ശരി. പടാ പിന്നെ മുന്നോട്ട് ഇതോടെ തലോടാ. എത്ര വണ്ടി? ദൈവമേ, നേരെ പോകാം. ഒരു സിബബ്. ചേട്ടാ ബിസ്ക്കറ്റ് വേണ്ടാമോ? മോനെ ഈ നാടിന്റെ സുഖം ബാംഗ്ലൂർ കിട്ടില്ല. നീ ഇത് എവിടെ കുറച്ച് ലേറ്റ് ആയി പോളിയാ. ദേ നിന്റെ ഭഗവതി ഇപ്പൊ പോവും. എന്റെ ദേവി, എന്ത് പണി എന്റെ ദേവി. കാവ്യ, അവളുടെ അമ്മയ്ക്ക് വരാൻ കണ്ട സമയം. അവൾക്ക് പ്രായപൂർത്തിയായില്ലേ, ഒറ്റയ്ക്ക് വന്നൂടെ? എന്തായി? അവളുടെ അമ്മ. എടാ അവളുടെ അമ്മയുണ്ട് കൂടെ. വാവ്, കഷ്ടപ്പെട്ട വെറുതെ. ഇതൊക്കെ എന്ത്? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. വല്ല നടക്കൂ. എന്ത്
എന്താടാ ഇത്? ശ്ശേ, അതൊക്കെ എന്തോന്നിടാ വഴിയുണ്ട്. എൻ്റെ ദേവിയെ നശിപ്പിക്കും. ഇവൻ കൊള്ളാക്കുവോ? ദേവിക്കറിയാം. ഗിരിജി അല്ലേ? അതെ. ഞാനിവിടെ പുതുതായിട്ട് വന്ന കീഴ്ശാന്തിയാണ്. ഓ, പൂജയുടെ കാര്യത്തിനായി മേൽശാന്തി ചേച്ചിനെ തിരക്കുന്നുണ്ട്. ഒന്ന് അങ്ങോട്ട് ചെല്ലാമോ? മോളെ ഇപ്പൊ വരാട്ടോ. കാവ്യ, എന്താ വിഷ്ണു? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് മാറി നിന്നാലോ? എന്തിന്? പ്ലീസ്. കാവ്യ, എന്താ വിഷ്ണു? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ഒരു ചുറ്റിക്കളി? അത് പിന്നെ എനിക്കൊരു കാര്യം, കാവ്യക്ക് പ്രായപൂർത്തിയായല്ലോ, ഉം, എനിക്കും പ്രായപൂർത്തിയായല്ലോ. അതിന് ശോ, അല്ല, നമ്മൾ രണ്ടുപേർക്കും പ്രായപൂർത്തിയായല്ലോ. അപ്പം നമ്മൾ എന്താ മോന്റെ ഉദ്ദേശം? അടുക്കുന്നില്ലല്ലോ. കാവ്യ, എനിക്ക് ഇയാളുടെ പുറകെ നടക്കാനല്ല, കൂടെ കിടക്കാനാ ഇഷ്ടം. ഛേ, അയ്യോ, അല്ല അജോടെ. എന്തായാലും ഇതൊക്കെ എന്ത് സിമ്പിൾ. ഞാൻ വിചാരിച്ച നടക്കാത്ത വല്ല കാര്യം ഉണ്ടോടാ? അവൾക്കാണ് ഇപ്പൊ തന്നെ എന്നെ കേട്ടത്. വാട്ട് വിൽ ഐ ഡു? കഴിഞ്ഞു. ഞങ്ങൾ കണ്ടു അവൾക്ക് അവളെത്തിട്ട് ഉമ്മ തരുന്നത്. സത്യം, അവളെന്ത് കൂതറാണല്ലോടാ. ഒരു ചെറിയ വാക്ക് മാറിപ്പോയതിനാ അവള്. ശ്ശോ. ആ മതി മതി, വാ പോ, പോ. ആ വാ 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 വാ. എന്നാലും അവൾ തല്ലണ്ടായിരുന്നു. വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്. ആ ഇന്നത്തേക്ക് ഇന്നത്തുള്ള കിട്ടിയില്ലേ? പോയേക്കാം. പിന്നെ മേടിക്കാൻ നമുക്ക് വാ. ഒന്നും വേണ്ടായിരുന്നു. ആ തള്ളി തരാൻ. ആ വിട്ടു വിട്ടു വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ. ഏയ് ലസാ. അളിയാ, ഞാൻ അവൾക്ക് നല്ലൊരു പണി കൊടുക്കാൻ പോവാ. പണിയാ? എന്ത് പണി? ഞാൻ അവളെ പ്രേമിച്ചും കെട്ടാൻ ഏ, പോവാ. അത് നിനക്കുള്ള പണിയല്ലേ? ആ ബെസ്റ്റ്. ഐഡിയ. ഏ, വാ വന്നേ. ഓ, ഇന്നും പണി കിട്ടി. ഷോ, ഇന്നും പോകാൻ ലേറ്റ് ആവുമല്ലോ. ഇതിപ്പോഴെങ്ങാനും വരുക. ആ, എടാ, 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 അവനൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നും പറക്കും. കൂടാ ചാനേ. ഷോ, ആ ആ, പണി ഇപ്പൊ നടക്കൂടാ. ബാഗ് അവിടെ നിക്കടാ. അവിടെ നിക്കടാ. നിക്കടാ. ബാഗ് ബാഗ് കാണാ. നിക്കാനാ പറഞ്ഞേ. അയ്യോ, എത്തണ്ടി. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ അല്ലേ? അല്ല, ആരാ അവൻ? അളിയാ, രക്ഷപ്പെട്ടു. കിട്ടിയില്ല. അവനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ള പണിയെ പോലീസ് തന്നോളൂ. പാടി നമ്പറായിട്ട് ഇറങ്ങിക്കോ. പണി പാളിയോ? ശ്ശെടാ. ശ്ശെ. പണി കിട്ടൂ. ഒന്നും വേണ്ടായിരുന്നു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. എനിക്ക് മോള് തളാം. എന്തുവാടി? എന്നാ, വേണേ? ഇനിയുണ്ടോ? അതെ അമ്മേ, പൈസ. എന്റെ അഭിനയം വളരെ മോശമായിരുന്നു. സത്യം, വളരെ മോശം. ഒന്നും പറയണ്ട. അല്ല അല്ല അല്ല, കാശെടുക്ക് കാശെടുക്ക്. കാശെടോ, കിളച്ചില് കൈ വെച്ചാ മതി. അയ്യടാ. അയ്യോ,
വാ 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 വേഗം വാ വാ. ആ ഇന്ന ആയിട്ട് ഇതെത്ര ഇങ്ങോട്ട് ഇടിക്കുക ആ എന്നാ പിടിച്ചു അടി 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 എന്നാണ് ആ ഇന്ന് നമ്മൾ 10 വിക്കറ്റ് തോപ്പിച്ചിരിക്കും. ഇന്നവന്മാർക്ക് എൻ്റെ ബനാന കട്ട് ഞാൻ കാണിച്ചു കൊടുക്കും. ആ ആ ഏയ് ആ ആ ആ ഹലോ ആ ദേ എത്തി നമുക്ക് പണി കൊടുക്കാം അവന്മാർക്ക്. ഒന്ന് വേഗം വാടാ, അവന്മാര് നമുക്ക് ഇന്ന് മുട്ടയെ പൊട്ടിക്കണം. ദേ എത്തി ആ ചെറുതായി വീണ്ടും ഒന്ന് തോറ്റു. ഇതാ ഇവൻ്റെ കൊടുക്ക തീറ്റ എല്ലാത്തിനും കാരണം. അവൻ്റെ ഒരു ലഡു. ഞാൻ ഗോളിയായിപ്പോയി. എല്ലാവരും നേരെ ബനാന കട്ട് കാണിച്ചേനെ. ബനാനക്കട്ട്. ഞാൻ സെറ്റാക്കും. ഓ മോനിങ്ങനെ നോക്കിയിരുന്നു, ഇപ്പം സെറ്റാകും. എന്ത് ദാരിദ്ര്യം അടത്താൻ. എന്തായി നിന്റെ കറക്കം? കറക്കൊന്നുമില്ല അച്ഛ, ചുമ്മാ ഒരു തമാശ. മോൻ വഴിതെറ്റുന്നുണ്ടോന്നൊരു ചെറിയ സംശയം. സാറേ നാട്ടുകാരൊക്കെ കുറെ കലിപ്പിലാണ്, നോക്കുന്ന വീട് വരെ പോകണ്ട. ഈ അച്ഛനിത് എന്ത് പറ്റി? ഇതൊക്കെ ഇവിടെ എന്നും ഉള്ളതാ. എന്നാ സാറേ ചായ? എന്നാ സാറേ കോള്. ഹലോ വർമ്മ സാർ, എന്തുണ്ട് വിശേഷങ്ങൾ? ഈശ്വരാനുഗ്രഹത്താൽ എല്ലാം നല്ലതുപോലെ തന്നെ. ബൈ ഇലക്ഷൻ വരികയാണ്. വർമ്മയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ഇല്ല സാർ, എൻ്റെ പൊതുപ്രവർത്തനം ഇങ്ങനെ മതി. ഒരു മത്സരത്തിനും ഇനി ഞാനില്ല. എന്നാലും ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ഓക്കെ സാർ, കാണാം. നമസ്കാരം. വരണം വരണം വർമാജി. ഇപ്പോൾ പാർട്ടി ഓഫീസിലേക്കൊന്നും കാണുന്നില്ലല്ലോ. കുറച്ച് തിരക്കായിപ്പോയി. നാട്ടുകാരൊക്കെ ആയി. ബൈ ഇലക്ഷൻ വരികയാണ്. പാർട്ടിയുടെ തീരുമാനം വർമാജിയെ സ്ഥാനാർത്ഥിയാക്കാനാണ്. അത് എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട. പക്ഷേ മിനിസ്റ്റർ. ഹലോ ഒരു മിനിറ്റ്. എന്തായി സാർ കാര്യം? അവർക്ക് പണി കൊടുക്കണം, കൊടുത്തേ പറ്റൂ. ഇരിക്കും നിങ്ങൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാടിൻ്റെ നന്മയ്ക്കെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും വ്യക്തിപരമായ ദേഷ്യമോ വൈരാഗ്യമോ ഇല്ല. പക്ഷേ സാർ, നമുക്ക് വഴിയുണ്ടാക്കാന്നേ. സാറ് പറഞ്ഞ പോലെ ചെയ്തോളാം. എന്നാ ഇറങ്ങിയേക്കാം. ഇറങ്ങാം. ഓക്കെടാ. ശരി സാറേ.
കാവ്യേ ദേ വരുന്നു. ടീ കാവ്യേ. വാ അമ്മേ പോണേ. പോവാം വാ. മോളെ കാവ്യേ, എന്താ അമ്മേ? പോയിട്ട് തിരിച്ചറിയുമ്പോ തയ്യക്കട കയറി അമ്മയുടെ ബ്ലൗസ് കൂടി വാങ്ങിച്ചോണ്ട് വരൂ. ആ നോക്കാം. വാ കേറ്. കൊണ്ടുവരാം അമ്മേ. ചേച്ചി അമ്മയുടെ ബ്ലൗസ്. എന്നാ ആ ശരി. ഒരു മിഴിയായി ഒരു മനമായി അറിയാതലിയും നിമിഷം. ഒരു മിഴിയായി ഒരു മനമായി അറിയാതലിയും നിമിഷം. അനുരാഗമഴയായി പെയ്യും അനുരാഗമഴയായി പെയ്യും ഇരു ഹൃദയങ്ങളിൽ. ഓ ഒരു മിഴിയായി ഒരു മനമായി അറിയാതലിയും നിമിഷം. ഒന്നായി ചേരും നിമിഷം നിർവൃതി നിറയും തരളിതരാവിൽ പുൽകി. ഒന്നായി ചേരും നിമിഷം നിർവൃതി നിറയും തരളിതരാവിൽ പുൽകി. ഹൃദയങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ ചേരും. ഓ ഒരു മിഴിയായി ഒരു മനമായി അറിയാതലിയും നിമിഷം. ഒന്നുമൊന്നുമറിയാതെ നമ്മൾ തമ്മിൽ ചേരുമ്പോൾ അഴകേ അനുരാഗിണി. ഒന്നുമൊന്നുമറിയാതെ നമ്മൾ തമ്മിൽ ചേരുമ്പോൾ അഴകേ അനുരാഗിണി. നിൻ സുസ്മിതം ഞാനറിയുന്നു നിൻ സുസ്മിതം ഞാനറിയും. ഓ ഒരു മിഴിയായി ഒരു മനമായി അറിയാതലിയും നിമിഷം. അനുരാഗമഴയായി പെയ്യും അനുരാഗമഴയായി പെയ്യും ഇരു ഹൃദയങ്ങളിൽ. ഓ ഒരു മിഴിയായി ഒരു മനമായി അറിയാതലിയും നിമിഷം. എടാ അവളെ വീഴ്ത്തൊരു ഐഡിയ താടാ.
നീ ഒരു കുഴി കുഴിച്ചാൽ മതി, അവളെ വീണോളൂ. എടാ, അവൻ്റെ ഞാൻ ഒരു സീരിയസ് ആയിട്ട് പൊട്ടത്തരം. പറഞ്ഞാടാ. അവൾ എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തണം. ഒരു ഐഡിയ ഇവന്റെ ഐഡിയ ആണെങ്കിൽ നീ പെരുവഴിയില്ല. കൊച്ചിക്കല്ല. ശരിയാണ്. അല്ലടാ, ഇന്ന് അവളെ ഏതായാലും അമ്പലത്തിൽ വരുമല്ലോ. ആ അത് വരുന്നു. നീ കയറി അങ്ങ് മുട്ട്. മുട്ടല്ല. ആ അത് മതി, അത് മതി. അത് മതി. പോണോ? നിങ്ങൾ കൊണ്ടല്ലേ? പിന്നെ പിന്നെ ഞങ്ങൾ ബാക്ക് സപ്പോർട്ട് ഉണ്ടോ? പോയാലോ? ചൊറിയമ്പോഴും ഉണ്ടോ? അതൊക്കെ വിടും. നീ വന്നേ വാ. അപ്പൊ ഇന്നെങ്കിലും നീ ഇഷ്ടാണെന്ന് പറയുവോ അവനോട്? കാവ്യ, നോക്കട്ടെ, പറയാം. കാവ്യ, കാവ്യ പ്ലീസ് ഒന്ന് നിൽക്കുക. ഇയാൾ വയ്ക്കുക. ഓക്കെ. കാവ്യ അതൊന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് മാറിപ്പോയതാ. പ്ലീസ് പ്ലീസ്, എനിക്ക് ഇയാളെ ഒത്തിരി ഇഷ്ടമാണ്. പ്ലീസ് കാവ്യ റിപ്ലൈ താ പ്ലീസ്. നമ്മളോടൊന്നും മൈൻഡില്ല. ഒന്ന് പോടെ. കാവ്യ പ്ലീസ്. അതാ പണിക്കർ സാറേ മോളെ. ഇനി എന്നെ ശല്യപ്പെടുത്തിയ എന്റെ അച്ഛനോട് പറയും. മാറും. ഏതാടാ ചക്കൻ? അതാ നേതാവിന്റെ മോനോ പടങ്കല വർമ്മയുടെ. കാവ്യ ഐ ലവ് യു. കാവ്യ, കാവ്യ ഐ ലവ് യു. കാവ്യ നാളെ റിപ്ലൈ തരണേ. കാവ്യ, ചെല്ല് ചെല്ല് ചെല്ല്, ഞങ്ങള് കണ്ട്. ഭരതന്മാർക്ക് എന്താടാ ഇവിടെ ഏത് ഒരുത്തൻ? നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരുണ്ടല്ലോ. ഉണ്ടല്ലോ ഏട്ടാ. നീ ഏതാടാ പണിക്കർ സാറിന്റെ മോളുടെ പുറകെ? ചേട്ടാ എനിക്ക് വല്ലാത്ത നടുവേദന. അപ്പൊ ആ കുട്ടി ഒരു ഒറ്റമൂലുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ടാ. നീ കൂടുതൽ അങ്ങോട്ട് ഉണ്ടാക്കല്ലേ. അതൊക്കെ പിന്നത്തെ കാര്യമല്ല ഏട്ടാ. നിന്നെ തന്തയുടെ ബലത്തിൽ ഇവിടെ വന്ന് കളിക്കല്ലേ, കേട്ടറാ? എന്താ ഏട്ടാ, വീട്ടിലിരിക്കുന്ന അവിടെ ഇരിക്കട്ടെ, വെറുതെ എന്തിനാ അവരെ പറയുന്നേ? ചേട്ടന്മാര് ചെല്ല്. എന്റെ ദേവി രക്ഷിച്ചേക്കണേ. പോലീസ് 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 പിന്നെ എടുത്തോളാടാ. നിന്നൊക്കെ പിന്നെടുത്ത പട്ടികളെ. ചേട്ടാ ഒരു സോഡ. എടാ വിഷ്ണു, ഇനി പറ്റില്ല. ചേട്ടാ ഒരു ഒന്നിനെ നിങ്ങൾ ഇഷ്ടമെന്ന് പറയണം, ഇല്ലെങ്കിൽ ഞാനത് ഉറപ്പിച്ചടാ. ഈ പഴം ചായക്കാൻ പറ്റണില്ല. നിന്നോടൊക്കെ ആരാടാ പറഞ്ഞ പോയി തല്ലാൻ? ഓ തൃപ്തിയായി തൃപ്തിയായി. വാടാ, രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ എനിക്ക് കാര്യമുള്ളൂ. ഇതാണ് മോനെ ഐറ്റം. അങ്ങനെ ഫുട്ബോളും തോറ്റി, കബഡിയും തോറ്റി, ഇടിയും കിട്ടി. മോനെ പ്രണയത്തിൻ്റെ മധുരം ആ കിട്ടി ഇടിക്കും, ഈ തോറ്റ തോൽവിക്കും, ദൈ കഴിക്കുന്ന മാങ്ങയ്ക്കുണ്ട്. ഡാ ആ കത്തിങ്ങെടുത്തേ. ഇരിക്കട്ടെ, ലവ് പൊട്ടുമ്പോൾ സ്വയം കുത്തി ചാവാനായിരിക്കും. ആ എന്തായി മോനെ?
ഈ കോപ്പിലെ പ്രണയവും മാങ്ങാത്തലി ഞാൻ മടുത്തളിയ. ഓഹോ, ഇപ്പം ഇങ്ങനെയാ? സെറ്റാവുന്നില്ലടാ. അമ്മേ അതെ ഞാനിപ്പോൾ അവനി അപ്പം നിങ്ങൾ ഇവിടെ ഇരുന്നാലോക്കി, ഞാൻ വീട്ടിൽ പോയി കിടന്നാലോക്കാം. ആ, അവനും വിട്ട ലക്ഷണ. രാത്രി അവളുടെ വീട്ടിൽ മതിൽ ചാടാം. അപ്പ വിട്ടാലാ നമുക്ക്? ആ, അളിയ പണിയാകൂ. ഇതൊക്കെ സില്ലി. പോലീസ് വല്ലതും പിടിച്ച അച്ഛനറിഞ്ഞ പിന്നെ പേടിക്കേണ്ട കാര്യത്തിലൊരു തീരുമാനമായി. പട്ടി ആരെങ്കിലും വരുന്നപ്പോടെ നീ കേറ. ഞാൻ അല്ല, 10-20 പേരെ കൂടെ വിളിക്കാം. പോയി കേറാ. അങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട്. ഇവൻ ഇത് പരിപാടി. നോക്കി മനസ്സിലായി. ദേവി. കാവ്യ മോളെ. വിഷ്ണു, അശ്വതി നക്ഷത്രം. എന്തേ എല്ലാം നടക്കോ? ഭഗവാനല്ല നമ്മുടെ കൂടെ, അതൊക്കെ സെറ്റാവും. കാവ്യ മകം നക്ഷത്രം. കണ്ടകശനി കൊണ്ടേ പോകൂ. എന്തോ കണ്ട് പേടിച്ച മട്ടുണ്ടല്ലോ. ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഉറങ്ങിയല്ല. ഓഹോ, അപ്പൊ ഇവളായിരുന്നല്ലേ. നീ വിഷ്ണുവിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞോ? അതങ്ങ് പറഞ്ഞേച്ചാ മതി. ഞാൻ കാര്യം പറഞ്ഞു, അതൊക്കെ സമ്മതിച്ചോളൂ. നീ അതൊന്നും ആലോചിച്ച് നിൽക്കണ്ട. പോടി. ഹായ് ചേച്ചി. ഹായ് ചിന്നു, എവിടെ പോണു? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട് വരെ പോകുക. ചേച്ചി എവിടെ പോവാ? ഞാൻ ഇവളുടെ വീട്ടിൽ പോയിട്ട് വന്നാ. നിനക്ക് മനസ്സിലായോ? വിഷ്ണുവിന്റെ പെങ്ങളാ. ഓ, മനസ്സിലായി. ചേച്ചി എന്നാ ഞാൻ പോട്ടെ. ആ ശരി, നീ വന്നേ. ഓ, ഇന്നെങ്ങനെ എണീ കയറൂ? മോനപ്പ കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണോ? വല്ല പാമ്പും വീഴും കൂടെ. ഞാൻ കയറി. എടാ കൂട്ടു, നീ കളിക്ക്. ഹലോ അച്ഛാ. ആ, ഇപ്പൊ വരാം. ആ ശരി. ശേ,
മക്കളെ എങ്ങോട്ടാ? അത് ചോദിക്കാൻ താനാരാ? തനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇതൊക്കെ തന്നെ ചേട്ടൻ്റെ പണി. ഛേ, കാവ്യ, കാവ്യ പ്ലീസ്, ഇന്നെങ്കിലും നിന്റെ റിപ്ലൈ എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. എന്താ പറ വിഷ്ണു. കാവ്യ എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. കാവ്യ, വിഷ്ണു കൈയെടുക്ക്, കൈയെടുക്കാൻ. നീ ഇതാരോട് പേടിക്കുന്നേ? ഈ നാട് മൊത്തം അടിക്കുന്നതിന് ഇഷ്ടമാണ്. കാവ്യ, കാവ്യ, താൻ എന്തുവാടേ കാണിച്ചേ? വാ കാവ്യ, നീ കേറിക്കേ. ഒന്ന് വേഗം പാടി, പോയിട്ട് എനിക്കൊരു പണിയുണ്ട്. അയ്യടാ, പോയിട്ടാ വാനന്മാരോട്ട് വെള്ളോടി വായനോട്ട്. നീ കേറ് വേഗം. എന്താ നിന്റെ കാവ്യം? വല്ലതും നടക്കോ? ഞാൻ വിട്ടടി. അയ്യോ മോനെ, നന്നായോ ഇതെപ്പോ? ആ നന്നായി ഓടിച്ചത് നിനക്ക് നല്ലത്. കാവ്യ, ഒന്നും വേണ്ടായിരുന്നു പണ്ടാരടക്കാൻ വേണ്ടി. ഹിൽ ടോപ്പ് ഹൈപ്പർ മാർക്കറ്റ്. ബാക്കിയുള്ളൊക്കെ പിന്നെ പർച്ചേസ് ചെയ്യാടി. അവള് പറഞ്ഞായിരുന്നു ഇനി ഇവിടെ എങ്ങാനും. എടാ അത് മേടിച്ചാടാ പ്ലീസ്. ഇതോ? ഇത് മതി. മിൽക്കി ബാർ ആണോ? ആ ചേച്ചി, ഹായ് സിന്നു. പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എന്തുപറ്റി ചേട്ടൻ്റെ മുഖത്തൊരു വാട്ടം? വാട്ടമോ? ഇവനോ? എന്നാ പോവാം. നിങ്ങക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കോഫി ആയാലോ? ആ പിന്നെന്താ, വാ വാടാ. വേണ്ടടി, ചാൻസ് ആണ്, വാ.
ഇതെന്നെ ആരും ഒന്നും മിണ്ടാത്തെ? ആ ചേച്ചിയുടെ കല്യാണം വല്ല ആയോ? ഇല്ല, വീട്ടിൽ ആലോചന ഒക്കെ നടക്കുന്നുണ്ട്. ആ ഇവിടെ ചേട്ടനും കല്യാണപ്രായമായിരിക്കുക. ആണോ? ഓൾ ദി ബെസ്റ്റ് വിഷ്ണു. എന്നാ ഞാൻ വരട്ടെ, നാളെ എൻ്റെ പിറന്നാളാ, കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ ശരി ചേച്ചി, ചെല്ല്. ശരി ചിന്നു, നാളെ അമ്പലത്തിൽ വെച്ച് കാണാവേ. ശരി പോട്ടെ. ഡാ ചക്ക, നിനക്കൊല്ലാം കത്തിയോ? എനിക്കറിയില്ല. ഡാ പൊട്ട, നിന്നോടാടാ പറഞ്ഞത് നാളെ അമ്പലത്തിൽ വെച്ച് കാണാന്ന്. പിന്നെ നീ വന്നേ. വിഷ്ണു, ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? അത് അന്ന് അറിയാതെ പിടിച്ചപ്പോൾ കീറിപ്പോയതാ. ഐ ആം സോറി. അതൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷെ അങ്ങനെ ഒരു സീൻ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഐ ആം സോറി. അത് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ? ഞാനോ? അതിനെന്താ, ഇവിടെ ഇപ്പോൾ വേറെ ആരും ഇല്ലല്ലോ. വാ പോ വാ. വീട്ടിലെ കല്യാണാലോചന എന്തായി? അതവള് ചുമ്മാ പറഞ്ഞത്. ഞാൻ മതിയോ? ഇനി എന്നാ ബാംഗ്ലൂർക്ക്? നെക്സ്റ്റ് മന്ത് എനിക്ക് ജോയിൻ ചെയ്യണം. ഹലോ കാവ്യ, ഒരു മിനിറ്റ്. ഹലോ പറടാ. നെക്സ്റ്റ് മന്ത്. ഓക്കെ. ഇല്ലടാ, നെക്സ്റ്റ് മന്ത് ഞാൻ വരും. എടാ നിന്നെ വിളിക്കാം. കാവ്യ എന്നാ പറ്റി? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. മെഡിസിൻ വല്ലതും വേണോ? വേണ്ട, എനിക്കൊന്ന് കിടന്നേച്ചാൽ മതി. ഓക്കെ. നമുക്ക് വേഗം കെട്ടിയാലോ? വാ, എന്നാ ഇപ്പം തന്നെ കെട്ടിയേക്കാം. ഐ ആം സീരിയസ്. മോള് ചെന്ന് കിടന്ന് കുറച്ച് ഉറങ്ങ്, അപ്പം എല്ലാം സെറ്റാവും. ചെല്ല്, പോടാ, ചെല്ലടാ മോള്, ചെല്ല്.
ഇനി അവളെ ശല്യപ്പെടുത്തരുത്. ബേക്കറിലെ സീൻ അത് തീർന്നു. ബേക്കറി സീൻ ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. പിച്ചുമോൻ ചൂടുള്ള ചായ കുടിക്കും. വിഷ്ണുവേ, എങ്ങനെയുണ്ട് ഇപ്പം? കുഴപ്പമില്ല അച്ഛാ. ഹലോ, ആ വരുവാണ്. എങ്ങനെ നടന്ന ചെറുക്കനാ? എടാ അണ്ണാങ്കുഞ്ഞ് താഴെ ഇറങ്ങടാ. ഒന്ന് പോയാടാ. സോന ദേവി സോന. ഹായ് സോന. ഇത് എന്നാ പറ്റിയതാടാ? അത് കുഴപ്പമില്ല. അന്നിനോട് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ബൈക്കിന് സ്ലിപ്പായതാ. നീ ഹെൽമെറ്റ് വെച്ചില്ലായിരുന്നോ? ഞാൻ വെക്കാതിരിക്കുക കാവ്യേ. അതോ കുടിച്ചിട്ടാണോ? എങ്ങനെ പറഞ്ഞേ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി ടൗണിലായിട്ട് വന്നത്. ഓ അങ്ങനെ. നിനക്കെന്താ ക്ഷീണം കാവ്യേ? ചുമ്മാ തമാശ കളിക്കില്ലേ? നീ അങ്ങ് ചെല്ല്, ഞാൻ വിളിക്കാം. ചെല്ലടോ. സൂക്ഷിക്കണേ. ഓക്കെ ചെല്ല്, കാണാം. വരുന്നുണ്ട് വരുന്നുണ്ട്. പോയെന്നോ സോന? പോയണോ സോന? ഓയ് സോന. സോനരേ സോനരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞല്ലേ നിനകത്ത് നിൽക്കാൻ പോലെ. ആ ദേവൻ്റെ അനിയൻ ഒരു തലതെറിച്ചവൻ, പിള്ളേരെ നശിപ്പിക്കുന്നവനും പെണ്ണുപിടിയനും കഞ്ചാവടിയനും. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനേ വയ്യ. ആ കൊച്ചിനെ ചെയ്തത് കണ്ടില്ലേ? നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? മോനെ സൂര്യ, എന്തിനെ കള്ളും കഞ്ചാവായിട്ട് സ്വയം നശിക്കുന്നത്? ദയവായി മറ്റുള്ളവരെ കൂടി നശിപ്പിക്കരുതേ. അവർ കുട്ടികൾ നല്ല പാഠങ്ങൾ പഠിക്കട്ടെ. താൻ ചെല്ല്. ആവശ്യത്തിന് മോന് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഇതിനാ പാവം പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത്? അതിന് വേണ്ട. തൻ്റെ വീട്ടിലുണ്ടല്ലോടോ കിളി പോലത്തെ സാധനം. കൂടുതലങ്ങ് വളർത്തിയ അവളെ ഞാനങ്ങ് സ്നേഹിക്കും. നന്നായി, ഞാൻ വരട്ടെ.
നീയും എൻ്റെ മകനും എനിക്കൊരുപോലെയാണ് മോനെ. അവൻ അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ്. അതിൻ്റെ ചെറിയ കുസൃതികൾ അവനുണ്ട്. മോനത് ക്ഷമിക്കണം. ക്ഷമിക്കില്ലേ? എടാ വാർമേ, എടാ വാർമേ. എന്റെ അനുജന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും തന്റെ കുടുംബത്തിനെ തീർത്ത് കളയും. എന്നാ തീർക്കടാ. വേണ്ടളിയാ, നീങ്ങ വന്നേ, വിട്ടേക്ക്. തന്നെ ഞാൻ പച്ചക്ക് കത്തിക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യം? നീങ്ങ് വന്നേ, ഉള്ള പണി നമുക്ക് കൊടുക്കാം. കയറ വണ്ടിയെ കയറ. വണ്ടി ഒരു പണി നമുക്ക് കൊടുക്കാണല്ലോ. കയറ, നീ കയറ്. അളിയ അളിയ വല്ല ബാംഗ്ലൂരിൽ ജനിച്ചാൽ മതിയായിരുന്നു. ആ സത്യം. എന്നാടാ നമ്മുടെ കേരളത്തിൻ്റെ മണവും ഗുണം പറയണമെങ്കിൽ ബാംഗ്ലൂരാ ബെസ്റ്റ്. എന്തോ സ്വർണത്തിൻ്റെ മണവും ഗുണവുമുള്ള നമ്മുടെ സ്വന്തം ഇടുക്കി ഗോൾഡ്. ബെസ്റ്റ്. ഒന്ന് വേഗം വാടി. എവിടെയാടി? സോറിടാ. എടാ എനിക്ക് പേടിയാവുന്നു. എന്തിന്? ഇയാൾ വളരെ കൂളായിട്ട് ആൻസർ ചെയ്താൽ മതി. ഡാ നീയും കൂടെ വരുമോ പ്ലീസ്? പിന്നെ നിന്നെ ഡ്രോപ്പ് അടിക്കുന്ന 100 കൂടം പണിയുണ്ട്. ഓ നിന്റെ പണി അമാരോടുള്ള കറക്കമല്ലേ? ഡാ നീ ഒന്ന് വെയിറ്റ് ചെയ്യോ? മോള് ബസ് കയറി വന്നാൽ മതി. മോള് ചെല്ല്. എടാ കുട്ടു മെല്ലെ കഴിക്ക്. എടാ വിച്ചു, നീ ആ ക്രീമും തുടച്ചു കളഞ്ഞ്. വന്ന് വന്ന് മതി. വാ വന്ന് വാടാ വാടാ. അയച്ചിട്ട് പോവാൻ. അടയ്ക്കടയ്ക്ക്. ഉച്ചയ്ക്ക് രാവിലെയാ? ഹലോ ഹലോ. എടാ ഞാൻ വിളിക്കാം. ആ വെക്കല്ലേ. ഹലോ ഹലോ. എന്തു ആടി? വിളിക്കാം. ഞാൻ വിളിക്കാം. ഒന്ന് സംസാരിക്കണേ.
വീട്ടിലുണ്ട്, വിളിച്ചേര്. ഒരു മിനിറ്റ്. പണിക്കരെ, നമസ്കാരം. ഇത് ആരൊക്കെയായത്? വാ മോളെ, വാ. ഗീതേ, ഹായ് ആൻറ്റി. വാ, ഹായ് മോളെ. നമുക്ക് അകത്തിരിക്കാം. മോളെന്തേ? അവളകത്തുണ്ട്. മോളെ. കാവ്യേ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇലക്ഷനൊക്കെ ആയില്ലേ? ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു. ഹായ് അങ്കിൾ. ആ മോളെ, ഹായ് ചിന്നു. വിഷ്ണു എവിടെ? ഇലക്ഷനൊക്കെ ആയി പുറത്തെവിടെ ബന്ധപ്പെട്ട് പോയിരിക്കുവാ. കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയി? കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. പാർട്ടി തീരുമാനം എന്തായി? ആ സീറ്റ് കിട്ടുമോ? ആ ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വന്നാണ്. അതെ, കാവ്യമോളെ ഞങ്ങൾക്ക് തരുമോ? അത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കായിരിക്കായിരുന്നു. ഞങ്ങൾക്ക് വിഷ്ണുമോനെ ഒത്തിരി ഇഷ്ടമാണ്. അവൾക്കും. എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. എന്താ മോളെ ഒരു ആലോചന? അവൻ കൊള്ളാല്ലേ? ആര്? മനസ്സിലായി. ഓ എനിക്ക് പോയി. നശിപ്പിച്ച്. എടാ പണിയായെന്നൊരു സംശയം. എന്താടാ? എടാ കാവ്യ വിളിച്ചിരുന്നു. അപ്പൊ പണിയാ. അതല്ലടാ, അച്ഛനും അവളും കൂടെ ഇവിടെ ചെന്നെന്ന്. എന്നാ നീ ഇന്ന് വീട്ടിലോട്ട് പോകണ്ട, പണിയാകും. ഹലോ, ചുമ്മാ സത്യം, നീ തമാശ കളിക്കല്ലേ? ഓ എന്താടാ? എടാ കാവ്യ വിളിച്ചത്. ഞാൻ പറഞ്ഞില്ലേ പണിയായിരിക്കും. അതല്ലടാ, കല്യാണം ഫിക്സ് ആയെന്ന്. ഞാൻ അന്നേ ഓർത്ത് അവള് നിന്നെ തേക്കുന്നു. ഓ എടാ പൊട്ടാ, ഞങ്ങളുടെ കല്യാണം ഫിക്സ് ആയെന്ന്. ഒടുക്കത്തെ ട്വിസ്റ്റാണല്ലേ. അങ്ങനെ നിന്റെ കാര്യത്തിനൊരു തീരുമാനമായി. കാവ്യ അവളൊരു മാലാഖയാണ്. മാലാഖ? അപ്പൊ താങ്കളാരെ ചെകുത്താനോ? ഒന്ന് വെറുപ്പിക്കാതെ. നീ പറയാളിയാ. നീ ആ ഗ്ലാസിങ് എടുത്തേ. എന്താ മനസ്സോ? നീ ഒരു പാട്ട് വരട്ടെ. വേണോ? പാടേ. ഞാൻ നല്ല ഫിറ്റാ. എനിക്കിങ്ങനെ കാവ്യ ഓർത്തോർത്തുണ്ടിരിക്കും. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. എല്ലാം തീർന്നു. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്.
ഏ ഏ? രണ്ടും നല്ല സൂപ്പർ കളിയിലാണല്ലോ. എടാ കുട്ടു, നീ കളി. കളിപ്പിലാണോ? എടാ നീ ഇന്ന് കോട്ടയത്ത് പോയില്ലേ? വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തില്ല. ഒരത്യാവശ്യം ഉണ്ടായിരുന്നടാ. അവന്മാരുടെ പാർക്കിലോ തിയേറ്ററിലോ പോയതായിരിക്കും. ഇപ്പം വല്ല തിരക്കാണല്ലോ. ഒരു പെണ്ണ് വന്നപ്പോൾ നമ്മളൊക്കെ ഔട്ട്. ഒന്ന് പോടാപ്പാ. ഒരു കുട്ടിക്ക് അത്യാവശ്യമായിട്ട് ഓപ്പോസിറ്റ് ബ്ലഡ് വേണമെന്നുണ്ട് കോട്ടയം വരെ ഒന്ന് പോയതാ. പെട്ടെന്ന് പോകേണ്ടി വന്നുകൊണ്ട് വിളിക്കാൻ എടുക്കാൻ പറ്റിയില്ല. ഓഹോ, ഇതായിരുന്നോ? സോറിടാ. മക്കൾ കളി കളി കളി. ഡാ നാ ബീഫ് ഫ്രൈ കൂടെ വേണ്ടതായിരുന്നു. ഞാൻ ചത്ത നീയൊക്കെ കരയ്. ഇവന് കിക്കായോ? ഇനി വല്ല കഞ്ചാവാണോ വലിച്ചേറ്റ്? പറടാ, നീയൊക്കെ കരയോ? പിന്നെ എൻ്റെ പട്ടി കരയും. എൻ്റെ എന്തൊരു കാര്യമില്ല. ഹലോ, എവിടെയാ? ഞാനിപ്പോൾ കൂട്ടുകാരുടെ കൂടെയാടി. എനിക്ക് നിന്നെ കാണണം. കവി, ഞാൻ നിന്നെ വിളിക്കാം. ഓക്കേടാ. വിഷ്ണു, ആ പോവാം. നീ കേറ്.
എന്തിനാ കട്ട് ചെയ്യണേ? വലിയ ശല്യമായല്ലോ. ആ എന്താ? നീ എന്താ ഫോൺ എടുക്കാത്തെ? എനിക്കിപ്പോ സൗകര്യമില്ലായിരുന്നു. മനുഷ്യന് കുറച്ച് മനസ്സമാൻ തരൂ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഞാൻ പിന്നെ വിളിക്കാം. എനിക്കിപ്പോൾ സംസാരിക്കണം പ്ലീസ്. ഡാ ഡാ ഒന്ന് വെച്ചിട്ട് പോടി. മോനെ വിഷ്ണു, വിഷ്ണു, കല്യാണമൊക്കെ അടുത്ത് വരികയെ. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കല്യാണം നമുക്ക് ഗുരുവായൂർ വെച്ച് നടത്താം. മോനും കാവ്യമോളും ചിഹ്നവും കൂടി പോയി സ്വർണം എടുത്താൽ മതി. എന്താ ഒന്നും മിണ്ടാത്ത? ഓക്കെ അച്ഛൻ പറയുന്നവരാ. ഡാ നിന്നെ ഒരു സെൽഫി എന്താടി? എടുത്തോ. സെൽഫി? ഒന്നും കാണുന്നില്ലല്ലോ. ഡാ വിഷ്ണു, ഡാ വിഷ്ണു, ഇവന് തന്നെ പറ്റി. ആ എന്തെങ്കിലും വേട്ടെ. എടാ നിനക്കെന്താ മൊത്തത്തിലൊരു മാറ്റം? ആ കല്യാണമായപ്പോൾ ഞങ്ങളൊന്നും വേണ്ടല്ലേ? എന്തുവാടാ? ഓ അവള് പറഞ്ഞാണ് ഞങ്ങളെപ്പോലുള്ള കൂട്ടുകെട്ട് വേണ്ടെന്ന് അല്ലേ? നിനക്ക് എന്തിന്റെ കേടാ? ഒരു സമാധാനം തരത്തില്ല മനുഷ്യൻ. ഷർട്ട് ആ ഇയാൾക്കല്ലേ? എനിക്ക് വേണ്ട. എന്തുവാടേ കാണിച്ചേ? സോറി. കഷ്ടം. കവ്യ, കവ്യ പ്ലീസ്. നീ എന്തിനാ ഈ ഷോ ഓഫ് കാണിക്കണേ? വളരെ ബോറായി പോയിട്ടോ. കവ്യ പോടാ. പൊടി പുല്ലേ. സാറേ നമസ്കാരം. എന്തേ സാറിനെ പുന്നാരോട് കാവ്യ? വിഷ്ണുമോനെ. ആ അമ്മേ നമസ്കാരം. ആ മോളിവിടെ ഉണ്ടായിരുന്ന?
നീ ഉണ്ട്. എന്തു പറ്റി മോനെ? അച്ഛാ ഈ കല്യാണം നടക്കില്ല. വല്ലവൻ്റെയും കൂടി മുട്ടുരുമ്പി കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ എനിക്ക് വേണ്ട. വിഷ്ണു വിഷ്ണു നീ എന്താ മോനെ എന്തൊക്കെയാ ഇത്? പറയണേ? അയ്യോ അയ്യോ നീ വലിയ പാപം. എടി നിന്നെ ഇവനെയും കൂടി പല തരത്തിൽ പലൊരിക്കലും കണ്ടറി. അതുകൊണ്ട് മോള് കൂടുതലൊന്നും പറണ്ടട്ടാ. കുടിച്ചേച്ചപ്പോ അനാവശ്യം പറയാ. അപ്പൊ നിങ്ങളെല്ലാം കൂടെ അറിഞ്ഞിട്ടാണല്ലോ ഈ സാധനത്തിന്റെ തലക്കിടല്ലേ? കൊള്ളാം. ഈ കല്യാണം നടക്കില്ല. നാളെ ഇവർ ഒരുമിച്ച് ഒരു മുറിന്ന് ഇറങ്ങിയാൽ നിങ്ങളിതൊക്കെ പറയൂ. ഓ നീയൊക്കെ ഇവളുടെ കൂടെ ആയിരിക്കില്ലേ? ഒരു പെണ്ണിന്റെ മണോടിച്ച് നിനക്ക് മാറാം. ചെറ്റത്തരം പറയരുത്. എന്താടാ നീ കാണിച്ചത്? എനിക്കൊരുത്തിനും വേണ്ടടാ. ഇവിടെ ചെറ്റോളെ അവനിവിടെ ഇല്ലല്ലോ. മുഴുവനും അടിച്ച് തീർത്ത്. ഭാഗ്യം. ഒരു സ്വല്പം ഉണ്ട്. ആ നീ ആ കാവ്യയെ വിളിച്ച് കാര്യം പറഞ്ഞ? ഹലോ ഹലോ കാവ്യ, ഞാൻ പ്രതീക്ഷാണ്. നമ്മുടെ വിഷ്ണുവിന് എന്താ ക്യാൻസറാണ്. അതാണ് അവനിങ്ങനെയൊക്കെ.
ചികിത്സിച്ചാൽ മാറാത്ത എന്ത് രോഗമാണുള്ളത്? നമുക്കൊന്നുകൂടി ആലോചിച്ചിട്ട് മതി ഈ കല്യാണം. എനിക്ക് വിഷ്ണു അല്ലാതെ വേറെ ആരും വേണ്ട. നിർത്തടി, ഞങ്ങൾ തീരുമാനിക്കും, നീ ഏതനുസരിക്കും. ഞാൻ ചത്തിട്ട് ആ ഷൗമയെ നിങ്ങൾ വേറെ കെട്ടിക്കും. നിങ്ങൾ എന്ത് പണിയാ കാണിച്ച മനുഷ്യ. സോറിടാ, എനിക്ക് എന്ത് ചെയ്യണം അറിയാതെ ഭ്രാന്തായിരിക്കും. ഈ കാര്യം എന്താ നീ ഞങ്ങളോട് പറയാഞ്ഞത്? അവൻ്റെ ഒടുക്കത്തൊരു സിഗരറ്റ് വലി. ആ അങ്കിളെ കേറി വാ. വാ വായിരിക്ക്. കുടിക്കാൻ എന്തെങ്കിലും? ചിന്നുമോളെ ചായ ഇട്. ആ ചേട്ടൻ അമ്മ വെള്ളുണ്ട്. മോനെന്താ ഈ വിദൂരതയിലേക്ക് നോക്കിയിരിക്കണേ? ഹേയ് ചുമ്മാ. ഹലോ. ആ ആ ഈ ഒരു ചെറിയൊരു കാര്യത്തിനാണോ മാഷേ ഇത്ര വലിയ സീൻ ഉണ്ടാക്കിയേ? അത് പിന്നെ കാവ്യ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ. അത് മോനങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞിട്ടാണേലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം. അതല്ലടാ, ഇതൊഴിച്ച് നീ വേറെ എന്ത് വേണേലും പറഞ്ഞോ. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോഴാന്ന് ഓർക്കുന്നുണ്ടോ? അച്ഛാ ഞാനിപ്പോൾ വരാം. പൊടി. ആ പൗത്രനോ? കൊള്ളാം. അപ്പൊ ഇതിനാണല്ലേ മോൻ വേഗം വരാന്ന് പറഞ്ഞു പോയത് അല്ലേ? എന്തുവാടി? ദേ വേഗം വന്നേ, അച്ഛൻ വിളിക്കുന്നു. നീ വേഗം വന്നേ വാ. ആ ദേ മോൻ വന്നുള്ളൂ. കൊച്ചുമോളെന്തേ? ദേ അവള് തൊഴുതിട്ട് വരുന്നേ ഉള്ളൂ. മോളെ നീ വന്നേ. ഇത് കൊച്ചുമകൾ കാവ്യ. വിഷ്ണു. എന്താ വിഷ്ണുമോന് കാവ്യ മനസ്സിലായോ? എത്ര വർഷമായ കുട്ടികൾ, അവർ എങ്ങനെ ഓർക്കാനാ? എടാ കൈവിട്, കൈവിട്, കൈവിടറാ. ആ എന്നാ പിന്നെ തൊഴുതിട്ട് വാ. വരട്ടെ. ഹേയ് അപ്പോഴല്ല. പ്ലീസ് 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 പ്ലീസ്. എൻ്റെ പെട്രോളും തീർന്നു. ഡ്രോപ്പ് ചെയ്യാം.
നിങ്ങൾ വന്നേ. ഡാ അച്ഛനോട് ഒരു സോറി പറഞ്ഞേക്ക്. അന്ന് കാണിച്ചുകൂട്ടിക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ പറയാം. എന്താ സാർ എന്ത് വിചാരിക്കും? എനിക്ക് വയ്യ. നാളെ ചാകാൻ കിടക്കുന്ന ഒരുത്തിനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാൻ എനിക്ക് വയ്യ. നമ്മുടെ തലവിധി, അവളുടെ ഭാവിയെ കുറിച്ച് ഓർക്കണ്ടേ? പ്രേമം മൂത്താ പിന്നെ ജനിപ്പിച്ച തന്തയും തള്ളയും പോലും ഇവർക്ക് വേണ്ട. എന്തായി? ശരി, ഞങ്ങൾ വരട്ടെ. വാടേ. വിളിക്കണേ. ആ കത്തിങ്ങെടുത്തേ. എന്നാ ഇരിക്കട്ടെ. ലവ് ഓട്ടുമ്പോൾ സ്വയം കൊത്തി ചാവാനായിരിക്കും. സർ, ഇതാണ് കഥ. വലിയ കുഴപ്പമില്ല. ഞാൻ ആലോചിച്ചിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ സർ. താങ്ക് യു സർ. ഓക്കെ. ഹലോ, നമുക്ക് ചെയ്യാം. ഞാനൊരു പുതിയ പ്രോജക്റ്റിൻ്റെ തിരക്കിലാണ്. നമുക്ക് ചെയ്യാം. വിഷ്ണു പോവാണോ? സർ. ആ ശരി ശരി, ഞാൻ തീരുമാനിച്ചു. ലെറ്റ്സ് ഡു ദിസ് പ്രോജക്റ്റ്. നമുക്ക് ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു. താൻ ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ സാർ. താങ്ക് യു.
ഓ സോറി സോറി സോറി. സോറി. ദേവി, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെക്ക രക്ഷിച്ചേക്കണേ.